പലർക്കും ബാലെ വലിയ ഇഷ്ടമാണ് അല്ലേ? നിങ്ങളൊക്കെ ബാലെ കണ്ടിട്ടുണ്ടാവും. പാശ്ചാത്യ അമേരിക്കക്കാരിയായ ബാലെ ആർട്ടിസ്റ്റ് ഇസഡോറ ഡെങ്കിനെ കുറിച്ച് കേട്ടിട്ടും ഉണ്ടാവും. ഇന്നത്തെ അധ്യായത്തിന്റെ പേരാണ് അരയന്ന പൊയ്ക. നമ്മുടെ ടോട്ടോ ആദ്യമായാണ് അച്ഛനൊപ്പം ഒരു ബാലെ കാണാൻ പോകുന്നത്. ആ ബാലയുടെ പേരാണ് അരയന്ന പൊയ്ക. ഒരു നൃത്തശില്പം, ഒരു ഒന്നാം കിട സംഘത്തിന്റെ നൃത്തശില്പമായിരുന്നു അത്. പശ്ചാത്തലത്തിൽ വയലിൻ സോളോ വായിച്ചത് നമ്മുടെ ടോട്ടോച്ചാന്റെ അച്ഛനാണ്. ആദ്യമേ പറഞ്ഞുവല്ലോ, ടോട്ടോ ആദ്യമായാണ് ഒരു ബാലെ കാണുന്നത്. വെട്ടിത്തിളങ്ങുന്ന കിരീടമണിഞ്ഞ വായുവിലൂടെ അനായാസം ഒഴുകിപ്പോകുന്ന അരയന്ന റാണി അഴകുറ്റ ഒരു യഥാർത്ഥ അരയന്നമാണെന്ന് തന്നെ നമ്മുടെ ടോട്ടോയ്ക്ക് തോന്നി. ആ അരയന്ന സുന്ദരിയുമായി അനുരാഗത്തിലായ രാജകുമാരൻ മറ്റുള്ള അരയന്നങ്ങളെ എല്ലാം തിരസ്കരിച്ച് അവളെ സ്നേഹിച്ചു. ഒടുവിൽ അവരിരുവരും ചേർന്ന് പ്രേമപൂർവ്വം നൃത്തം ചെയ്യുന്നിടത്താണ് അരയന്ന പൊയ്ക എന്ന നൃത്തശില്പം അവസാനിക്കുന്നത്. ശില്പം മാത്രമല്ല, അതിന്റെ സംഗീതവും ടോട്ടോച്ചാന് ഒരുപാട് ഇഷ്ടമായി. കണ്ടു കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷവും ടോട്ടോയുടെ മനസ്സ് നിറയെ അരയന്ന പൊയ്കയായിരുന്നു. പിറ്റേന്ന് ഉറക്കമുണർന്ന ഉടനെ അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. അമ്മ അടുക്കളയിലെ ജോലികളിലൊക്കെ വ്യാപൃതയായിരുന്നു. രാത്രി ഉറക്കത്തിലെ തലമുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ശൂലം പോലെ മുകളിലേക്കൊക്കെ നിന്ന മുടിയുമായി ഒതുക്കി വെക്കുക പോലും ചെയ്യാതെ ടോട്ടോ ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അതെ, അമ്മ ചോദിച്ചു. ഞാനേ ചാരപ്പണിക്ക് പോകുന്നില്ല, തെരുവിലെ പാട്ടുപാടാനും പോകുന്നില്ല, ടിക്കറ്റ് വിൽപ്പനയ്ക്ക് അതിന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നില്ല. അമ്മ തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ അവർ ചോദിച്ചു, ഞാനേ അരയന്ന പൊയ്കയിൽ ചേരാൻ പോവാ. ഓ ഉവ്വ് മനസ്സിലായി. അമ്മ അത്ഭുതമൊന്നും പ്രകടിപ്പിച്ചില്ല. കാരണം അവർക്കിത് ശീലമാണല്ലോ. ടോട്ടോ ഒരിക്കലൊരു ആഗ്രഹം പറയും, ഉടനെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ആ ആഗ്രഹം മാറി മറ്റൊന്നാവും. ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന അവളുടെ തീരുമാനം സാധാരണ എല്ലാ കുട്ടികളെയും പോലെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ബാലെ കാണുന്നത് ആദ്യമായിട്ടായിരുന്നുവെങ്കിലും മനോഹരമായ നൃത്തം ചെയ്യുന്ന ഇസഡോറ ഡെങ്കൻ എന്ന അമേരിക്കക്കാരി, ആ ഒരു ബാലെ ആർട്ടിസ്റ്റിനെ കുറിച്ച് ടോട്ടോ കേട്ടിട്ടുണ്ടായിരുന്നു. കൊബയാഷി മാസ്റ്ററാണ് ഇസഡോറ ഡെങ്കിനെ കുറിച്ച് നമ്മുടെ ടോട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മാസ്റ്ററെ പോലെ തന്നെ ഇസഡോറ ഡെങ്കനും ഡാൽക്രോസിന്റെ രീതികളാൽ സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. നമ്മുടെ ടോട്ടോച്ചാന്റെ ഹീറോയാണല്ലോ കൊബയാഷി മാസ്റ്റർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മാസ്റ്റർക്ക് ഇഷ്ടമായിരുന്നത് കൊണ്ട് തന്നെ ഇസഡോറ ഡെങ്കിനെ ടോട്ടോച്ചാനും ഇഷ്ടപ്പെട്ടു. തനിക്ക് അവരെ നന്നായി അറിയാം എന്ന മട്ടിലാണ് ടോട്ടോ കൂട്ടുകാരോടും വീട്ടിലുള്ള അമ്മയോടും അച്ഛനോടും ഒക്കെ സംസാരിക്കാം. എന്തായാലും ഇസഡോറ ഡെങ്കിനെ പോലെ ഒരു നർത്തകിയാവുക എന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം. അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ടോട്ടോ തീരുമാനിച്ചു. ഇനി ഇത് പഠിച്ചെടുക്കണമല്ലോ. ടോമോ സ്കൂളിൽ യൂറിത്തമിക്സ് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകന്റെ ഒരു അടുത്ത സുഹൃത്ത് ടോട്ടോച്ചാൻ താമസിക്കുന്നതിന്റെ അടുത്ത് ഒരു നൃത്ത വിദ്യാലയം നടത്തുന്നുണ്ട് എന്നത് അറിഞ്ഞു. അമ്മ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് സ്കൂൾ സമയം കഴിഞ്ഞ് നമ്മുടെ ടോട്ടോച്ചാനെ നൃത്തം പഠിപ്പിക്കാനായി അവരെ ഏർപ്പാടാക്കി. ടോട്ടോയുടെ അമ്മ സാധാരണ അമ്മമാരെ പോലെ നീ അത് ചെയ്യൂ, നീ ഇത് ചെയ്യൂ, ടോട്ടോ വരയ്ക്കാൻ പഠിക്കൂ, നല്ലതാണ്, ടോട്ടോ പാട്ട് പഠിക്കാൻ ചേർക്കട്ടെ, അങ്ങനെയുള്ള ഒന്നിലും അനാവശ്യമായി നിർബന്ധിക്കുകയോ ഇടപെടുകയോ ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു കാര്യം അവളെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വേണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ അമ്മ ചെയ്തു കൊടുക്കും. അതാണ് പതിവ്. അതുകൊണ്ട് തന്നെ ടോട്ടോച്ചാനെ നൃത്ത സ്കൂളിൽ ആക്കാനും അമ്മ മുൻകൈയെടുത്ത് എല്ലാം ഒരുക്കി കൊടുത്തു. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. അരയന്ന പൊയ്കയിൽ തനിക്ക് ആടാനാവുന്ന ദിനം സ്വപ്നം കണ്ടുകൊണ്ടാണ് ടോട്ടോച്ചാൻ നൃത്ത പരിശീലനം തുടങ്ങിയത്. പക്ഷേ ടോമോ ഗക്വാനിലെ കൊബയാഷി മാസ്റ്ററെ പോലെ തന്നെ ഈ നൃത്ത സ്കൂളിലെ നൃത്ത പരിശീലന അധ്യാപകന് തൻ്റെതായ ചില രീതികളൊക്കെ ഉണ്ടായിരുന്നു. ടോമോയിലെ ഇതുപോലെയുള്ള യൂറിത്തമിക്സ് ഉണ്ടായിരുന്നു. അതുകൂടാതെ പിയാനോയിൽ സംഗീതത്തിന്റെ പാഠങ്ങളും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. സംഗീതത്തിന്റെ പിയാനോ വാദ്യത്തിനും വായ്ത്താരികൾക്കുമൊപ്പം എങ്ങനെയാണ് ചുവട് വെക്കേണ്ടത് എന്നാണ് അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങിയത്. ചില പ്രസിദ്ധമായ ശീലുകൾ അദ്ദേഹം ആവർത്തിച്ച് ഉപയോഗിക്കും. അതനുസരിച്ച് കുട്ടികൾ ചുവട് വെക്കണം. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, മാമല തന്മേൽ മുടിയിൽ മരുവുന്നോനേ തുടങ്ങി അന്നത്തെ കാലത്തെ പ്രസിദ്ധമായ ചില പ്രാർത്ഥനാ ശീലുകൾ അദ്ദേഹം ആവർത്തിച്ച് ഉപയോഗിക്കും. കുട്ടികൾ അതനുസരിച്ച് ശീലുകളിനനുസരിച്ച് നൃത്തം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ പോസ് എന്ന് അലറും.
അത് കേൾക്കുന്ന നിമിഷം കുട്ടികൾ സ്വാഭാവികമായ ഒരു ആകൃതി സ്വീകരിച്ച് നിശ്ചലരായി നിൽക്കണം. അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നൃത്തത്തിന്റെ ആഹ്ലാദത്തിൽ ഉൾപ്പെട്ട് ആ എന്നൊരു ആർത്തനാദത്തോടെ അദ്ദേഹം കൈകൾ മുകളിലേക്ക് ഉയർത്തും. ചിലപ്പോൾ തലയ്ക്ക് കൈ കൊടുത്ത് അകം ഞെരിയുന്നത് പോലെ, എന്തൊക്കെയോ അനുഭവിക്കുന്നത് പോലെ തലയ്ക്ക് കൈ കൊടുത്ത് കുനിയിരിക്കും. എന്തായാലും നമ്മുടെ ടോട്ടോച്ചാന് ഈ മാമലതൻ മേൽമുടിയിൽ മരുവുന്നവനെന്നുള്ള ശീലവും ആർത്തനാദവും ഒന്നും ഇഷ്ടമായില്ല. ടോട്ടോച്ചാൻ മനസ്സിൽ ഓമനിച്ചു കൊണ്ടു നടന്നത് മറ്റൊന്നായിരുന്നു. അവൾ അന്നു വൈകുന്നേരം അച്ഛനൊപ്പം കണ്ട അരയന്ന പൊയ്ക. വെട്ടിത്തിളങ്ങുന്ന കിരീടം, ഞൊറികളുള്ള വെളുത്ത ഉടയാടകൾ അണിഞ്ഞ അരയന്ന സുന്ദരി. അവളുടെ സ്വപ്നങ്ങളിൽ നിറയെ അതായിരുന്നു. ഒരു ദിവസം ടോട്ടോച്ചാൻ ധൈര്യം അവലംബിച്ചുകൊണ്ട് നൃത്ത അധ്യാപകന്റെ അടുത്തേക്ക് ചെന്നു. പുരുഷനാണെങ്കിലും അദ്ദേഹം സ്ത്രീകളെ പോലെ ചുരുളൻ മുടി നെറ്റിയിലേക്ക് വെട്ടി ഒതുക്കി ഇട്ടിരുന്നു. കൈകൾ ഹംസത്തിന്റെ ചിറകെന്ന മട്ടിൽ വിടർത്തിപ്പിടിച്ച് മെല്ലെ ഇളക്കിക്കൊണ്ട് ടോട്ടോച്ചാൻ ചോദിച്ചു, ഇതുപോലെ ഒന്ന് എന്നെ എപ്പോഴെങ്കിലും പഠിപ്പിക്കോ? വലിയ വട്ടക്കണ്ണുകളും വളഞ്ഞ പിരിഞ്ഞ മൂക്കുള്ള സുന്ദരനായ നൃത്ത അധ്യാപകൻ അവളെ നോക്കി ഒരു നല്ല മന്ദഹാസത്തോടെ പറഞ്ഞു, ഇല്ല, ഇവിടെ നാം അത്തരം നൃത്തം ഒരിക്കലും പരിശീലിക്കില്ല. മതി. ടോട്ടോച്ചാൻ അറിയാനുള്ളത് അറിഞ്ഞു. ഇവിടെ നിന്നാൽ അവൾക്ക് അരയന്ന പൊയ്കയിൽ എന്തായാലും ചേരാൻ പറ്റില്ല. അതോടുകൂടി ടോട്ടോച്ചാന്റെ നൃത്ത പഠനം അന്ന് നിർത്തി. വാസ്തവത്തിൽ ബാലയുടെ ഷൂസ് ധരിക്കാതെ വെറും കാലിൽ പറക്കുന്നതും നാടകീയമായ പോസുകൾ സ്വയം ആലോചിച്ച് ഉണ്ടാക്കി ചെയ്യുന്നതും ഒക്കെ ടോട്ടോച്ചാന് വലിയ ഇഷ്ടമായിരുന്നു. എന്നിരിക്കലും ആ മിന്നിത്തിളങ്ങുന്ന കുഞ്ഞു കിരീടം അവൾ കൊതിച്ചു. നൃത്ത അധ്യാപകൻ അവളെ നോക്കി ഒന്ന് മന്ദഹസിച്ചിട്ട് പറഞ്ഞു, അരയന്ന പൊയ്ക മനോഹരമാണ് ടോട്ടോച്ചാൻ. പക്ഷേ ടോട്ടോ, നിന്റെ ഭാവനയ്ക്കനുസരിച്ച് നൃത്തം ചെയ്യാനുള്ള താല്പര്യം നിനക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് എനിക്കിഷ്ടം. അദ്ദേഹം പറഞ്ഞത് ടോട്ടോച്ചാന് പകുതിയും മനസ്സിലായില്ല ആ പ്രായത്തിൽ. എന്നാൽ ആരായിരുന്നു ആ നൃത്ത അധ്യാപകൻ എന്ന് അധികം വലുതാകുന്നതിന് മുമ്പ് തന്നെ ടോട്ടോയ്ക്ക് മനസ്സിലായി. ബക്കു ഇഷി അന്നത്തെ കാലത്തെ പ്രസിദ്ധനായ നൃത്ത ആചാര്യനാണ്. ഫ്രീ ബാലെ ജപ്പാൻകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ ബക്കു ഇഷിയാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസക്തി. സ്വാതന്ത്ര്യത്തിന്റെ മലനിര എന്നർത്ഥം വരുന്ന ജിയുഗാക്ക, ഓർമ്മയില്ല ടോട്ടോച്ചാൻ ഇറങ്ങുന്ന സ്റ്റേഷൻ? ആ ജിയുഗാക്ക സ്റ്റേഷന് ആ പേര് നൽകിയത് ബക്കു ഇഷിയായിരുന്നു. എല്ലാറ്റിനും ഉപരി ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും 50 വയസ്സിൽ താഴെയാണ്. നമ്മുടെ കൊച്ചു ടോട്ടോയെ സ്വാതന്ത്ര്യവും സ്വച്ഛവുമായ നൃത്തമാടുന്നതിന്റെ സൗന്ദര്യം പഠിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ കുട്ടികളല്ലേ, അത്രയും ആ ഒരു അദ്ദേഹം എന്താണോ മനസ്സിൽ ഉൾക്കൊണ്ടത് അതിലേക്കെത്താൻ നമ്മുടെ കൊച്ചു ടോട്ടോയ്ക്ക് ആ പ്രായത്തിൽ കഴിഞ്ഞില്ല. എനിക്കിതല്ല ഇപ്പോൾ വേണ്ടത് എന്ന് പറയാനുള്ള അവളുടെ ആ രീതിയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇസഡോറ ഡെങ്കിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ. വളരെ നമുക്ക് വായിച്ചിരിക്കേണ്ട ഒരു ആത്മകഥയാണ് ഇസഡോറ ഡെങ്കിൻ്റെത്. സ്വന്തം അഭിപ്രായങ്ങൾക്ക് വേണ്ടി എത്ര ശക്തമായ നിലപാടെടുക്കാനും അതിലുറച്ചു നിൽക്കാനും കരുത്ത് കാണിച്ച ഇസഡോറ ഡെങ്കിനെ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കണം. നമുക്ക് ടോട്ടോയുടെ അടുത്ത അധ്യായവുമായി നാളെ